പെട്ടെന്നാണ് അഗ്നിയുടെ ഫോൺ ബെല്ലടിച്ചത്. ആരാടാ കറക്റ്റ് ടൈമിങ്ങിൽ? പവിയും വിവിയും അജിയും ഒരേപോലെ കോറസ് പാടി. പിന്നീട് പരസ്പരം നോക്കി അവർ ഒന്ന് വിളിച്ചു. അഗ്നി ഫോൺ എടുത്തു മാറി നിന്ന് സംസാരിക്കാൻ തുടങ്ങി. ദക്ഷ അപ്പോഴും നടുക്കത്തിൽ തന്നെയായിരുന്നു. ചെന്നിയിൽ കൂടെ ഒഴുകിയിറങ്ങിയ വിയർപ്പ് തുള്ളികളെ അവൾ തുടച്ചു നീക്കി. ഡി പെട്ടെന്നാണ് അഗ്നി ദേഷ്യത്തിൽ അവളുടെ അടുത്തേക്ക് വന്നത്. വഴിയിൽ കിടന്ന ചെയർ അവൻ കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചു. അവൻ്റെ കണ്ണൊക്കെ ചുവന്ന് മൂക്കൊക്കെ ദേഷ്യത്താൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും അങ്ങോട്ടേക്ക് ഓടി വന്നു. എന്താടാ അഗ്നി, എന്തു പറ്റി? ദക്ഷയുടെ അടുത്തേക്ക് ചീറിപ്പാഞ്ഞു പോകുന്ന അവനെ തടഞ്ഞുകൊണ്ട് അജി ചോദിച്ചു. ഇവൾ ഒറ്റയൊരുതി കാരണം നമ്മുടെ പ്രൊജക്റ്റ് പോയടാ. ബ്ലാക്ക് മാർക്ക് വീണതുകൊണ്ട് അവർ നമ്മളെ ഒഴിവാക്കി. ദക്ഷ അത് കേട്ട് മരവിച്ച് നിന്നുപോയി. ഇവളാ എല്ലാത്തിനും കാരണം. ഈ നശിച്ച ജന്മം, ഇവളുടെ തോന്നിവാസം കാരണം. എൻ്റെ സ്വപ്നം അല്ലായിരുന്നോടാ. നമ്മൾ എന്തോരം കഷ്ടപ്പെട്ടതാ. ഞാനിനി എങ്ങനെ ഫേസ് ചെയ്യും എല്ലാവരെയും? നമ്മുടെ എംപ്ലോയീസിന് എന്നിലുള്ള വിശ്വാസം അല്ലേ ഇവൾ കാരണം എനിക്ക് നഷ്ടമായത്? എൻ്റെ പ്രതീക്ഷകളെ അല്ലേ ഇവൾ ഒരു നിമിഷം കൊണ്ട് തകർത്തെറിഞ്ഞത്? തോറ്റുപോയില്ലേ ഞാൻ? നാണം കെട്ടില്ലേ ഞാൻ? ഇവൾ എന്നെ തോൽപ്പിച്ചു. ഇവളും അറിയണം മറ്റുള്ളവരുടെ മുൻപിൽ നാണം കെടുമ്പോൾ ഉണ്ടാകുന്ന വേദന. അത്രയും പറഞ്ഞു അഗ്നി ദക്ഷയുടെ അടുത്തേക്ക് കാറ്റുപോലെ പാഞ്ഞു ചെന്നു അവളെ കോരിയെടുത്ത് പൂളിലേക്ക് എറിഞ്ഞു. ഒരു നിമിഷം എല്ലാവരും തറഞ്ഞു നിന്നുപോയി. ഒരു നിമിഷം ഒന്ന് പകച്ചു പോയെങ്കിലും അജി പെട്ടെന്ന് തന്നെ അഗ്നിയെ തള്ളിമാറ്റി വെള്ളത്തിൽ ചാടി. കൈകാലിട്ടടിക്കുന്ന ദക്ഷയെ കയ്യാൽ ചേർത്ത് പിടിച്ച് കരയ്ക്ക് കൊണ്ടുവന്നു. അപ്പോഴേക്കും വിവി അവളെ പിടിച്ചു കയറ്റി. കൃതിയും മീയും വിജയച്ചിരിയോടെ ഇതെല്ലാം കണ്ടു നിന്നു. ചുറ്റിലും ഉള്ളവരുടെ കഴുകൻ കണ്ണുകൾ കാമത്തോടെ അവളുടെ വെണ്ണ തോൽക്കുന്ന ഉടലിനെയും അകാരവടിവുകളെയും കാർന്ന് തിന്നാൻ തുടങ്ങി. അഗ്നി അപ്പോഴും ഇതൊന്നും ശ്രദ്ധിക്കാതെ കോപത്താൽ തിരിഞ്ഞു നിൽക്കുകയായിരുന്നു. നനഞ്ഞൊട്ടി ഇത്രയും പേരുടെ മുൻപിൽ. തൊലിയുരിയുന്ന പോലെ തോന്നി ദക്ഷയ്ക്ക്. നിന്ന നിൽപ്പിന് ഉടലോടെ എരിഞ്ഞു തീർന്നിരുന്നു എങ്കിൽ ഇതിലും എത്രയോ ഭേദമായിരുന്നേനെ. തല കുമ്പിട്ട് നിൽക്കേണ്ട അവസ്ഥ. എന്തായിരുന്നു ഞാൻ ചെയ്ത തെറ്റ്? അതും സ്വന്തം ഭർത്താവിനാൽ തന്നെ. ഇങ്ങനെ ഒരു അവസ്ഥയിൽ അവളിൽ ഒരു മാധ്യമോ മരവിപ്പോ ഗ്രസിച്ചതുപോലെ അവമാനിക്കപ്പെട്ടിരിക്കുന്നു. അതും സംരക്ഷകനാകുമെന്ന് ഹൃദയം ഊന്നി പറഞ്ഞവനിൽ നിന്ന് തന്നെ. നെറുകയിൽ പ്രാർത്ഥനയാൽ എന്നും ചാർത്തുന്ന സിന്ദൂരത്തിൻ്റെ ഉടമയിൽ നിന്ന് തന്നെ. അഭിമാനത്തിൻ്റെ അടിത്തട്ടിനെ പോലും വെട്ടിമുറിക്കപ്പെടുന്ന ഒന്നാണ് ഞാൻ നേരിട്ട അനുഭവം. ദേഹത്തിൽ പാതി തണുത്ത പോലെ ഹൃദയം കീറി മുറിച്ചിരിക്കുന്നു. അതിൽ നിന്നും ചുടുചോര ഒഴുകി ഇറങ്ങുന്നത് അവൾ അറിഞ്ഞു. കരയില്ല ഞാൻ. തോൽക്കാൻ മനസ്സില്ല എനിക്ക്. അവൾ അഗ്നിയുടെ അടുത്തേക്ക് നടന്നു. അവൾ അവൻ്റെ പിറകിലായി വന്നു നിന്നു. തീർന്നോ നിങ്ങളുടെ പ്രതികാരം? ഇനിയും ബാക്കിയുണ്ടെങ്കിലാവാം. നിന്നു തരാൻ ഞാൻ. കണ്ണടച്ച് ദേഷ്യം നിയന്ത്രിക്കാൻ പാടുപെടുകയായിരുന്നു അഗ്നി. അവളുടെ ചോദ്യം കേട്ട് ദേഷ്യത്തിൽ തിരിഞ്ഞു. ഡി കണ്ണു തുറന്ന് മുൻപിൽ ദക്ഷയെ കണ്ട അഗ്നി ഒരു നിമിഷം നടുങ്ങി നിന്നു. നനഞ്ഞൊട്ടിയ സാരിയുമായി തൻ്റെ മുൻപിൽ നിൽക്കുന്നത് ഒരു പെൺകുട്ടി ആണെന്നുള്ള ബോധം അപ്പോഴാണ് അവനുണ്ടായത്. ദക്ഷയുടെ ചുണ്ടുകൾ കുറച്ചു. അവളുടെ മുഖം ദേഷ്യത്താൽ ചുമന്നു തുടുത്തിരുന്നു. ഇങ്ങനെ ഒരു ഭാവത്തിൽ ആദ്യമായിട്ടായിരുന്നു അഗ്നി അവളെ കാണുന്നത്. അവളുടെ വെളുത്ത ശരീരത്തെ ആ നനഞ്ഞു കുതിർത്ത സാരിക്ക് മറയ്ക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ചുറ്റിനും കണ്ണോടിച്ച അഗ്നി പെട്ടെന്ന് തന്നെ അവൻ്റെ കോട്ടൂരി അവളെ പുതപ്പിക്കാനായി അടുത്തു. എന്നാൽ ദക്ഷയുടെ തീപാർന്ന നോട്ടത്തിൽ അവൻ നിന്നിടത്തു നിന്ന് ചലിക്കാൻ പോലും ആകാതെ നിന്നു. അപ്പോഴേക്കും പവി ഒരു ടവലുമായി ഓടി വന്നു അവളെ പുതപ്പിച്ചു. ദക്ഷയുടെ നോട്ടം അഗ്നിയിൽ തന്നെ തറഞ്ഞു നിന്നു. പക്ഷേ അഗ്നിക്ക് അവളെ ഒന്ന് നോക്കാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ കണ്ണുകൾ താഴ്ത്തി മുഖം തിരിച്ചു അവളിൽ നിന്നും തിരിഞ്ഞു നിന്നു. ദക്ഷയ്ക്ക് അവൻ്റെ ആ പ്രവൃത്തിയിൽ ശ്വാസം വിലങ്ങിയ പോലെ തോന്നി. ഒന്ന് പൊട്ടിക്കരയാൻ അവളുടെ ഉള്ളു തുടിച്ചു. ഒട്ടും ആശിക്കാതെ കൈപിടിച്ചവനാണെങ്കിൽ പോലും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഈ നിമിഷം വരെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ആ നെഞ്ചോട് ചേർത്ത് ഈ കാമക്കണ്ണുകളിൽ നിന്നും എന്നെ മറയ്ക്കുമെന്നും ആ കരവലയത്തിൽ ആക്കി ഒരു കുഞ്ഞിനെ മാറോട് ചേർക്കുന്ന പോലെ എന്നെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുമെന്ന്. ഇന്നത് അവസാനിച്ചിരിക്കുന്നു. അവളുടെ ഉള്ളം തേങ്ങി. ഞാൻ നിൻ്റെ ആരുമല്ലെന്ന കാര്യം പലപ്പോഴും ഞാൻ മറന്നുപോയി. ഞാനൊരു മണ്ടിയാ അല്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢി. സ്വന്തമല്ലെന്നറിഞ്ഞിട്ടും ജീവന് തുല്യം സ്നേഹിച്ചു, പ്രാണനായി കണ്ടു. എന്നിട്ടും ഓരോ നിമിഷവും വെന്തുരുകയാണ് ഞാൻ. ഹൃദയം പൊട്ടി താനിപ്പോൾ മരിച്ചു പോകുമെന്ന് അവൾക്ക് തോന്നി. അവൾ പെട്ടെന്ന് പവിയുടെ അടുത്തേക്ക് തിരിഞ്ഞു. അവളുടെ മാറിലോട്ട് ചാഞ്ഞു. പവിയേച്ചി പ്ലീസ്, എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുമോ? ആരും ഇല്ലാത്തടത്ത്. എനിക്ക് വാക്കുകൾ പൂർത്തിയാക്കാൻ സാധിക്കാതെ ഇടറി അവൾ. അത്രയും പറഞ്ഞൊപ്പിച്ചു. പവി അഗ്നിയെ രൂക്ഷമായി ഒന്ന് നോക്കി. അവളെയും കൊണ്ട് അവിടെ നിന്നും പോയി. ഇതെല്ലാം കണ്ട് കൃതിയും മീയും സന്തോഷത്തിൽ കണ്ണിറുക്കി. എന്നാലും എൻ്റെ മനു എന്തായിരുന്നു അഴക്! ഓ, അപ്സരസെന്നോ ദേവതയെന്നോ ആ പേരൊക്കെ കുറഞ്ഞു പോകും. ഫോണിൽ നോക്കി രാജീവ് പറഞ്ഞു. സത്യംടാ. ഇപ്പോഴും ആ നിൽപ്പ് കണ്ണിൽ നിന്നും മായുന്നില്ല. അല്ല, നീ ഇതിൻ്റെ ഇടയ്ക്ക് ഫോട്ടോയും എടുത്തോ? ഒന്ന് കാണിക്കടാ. എത്ര കണ്ടാലും മതി വരില്ല അവളെപ്പോലൊരു സുന്ദരിയെ. അവളെയൊക്കെ
ബാക്കി പറയാൻ സാധിക്കാതെ അവനും ഇരുന്ന കസേരയും തെറിച്ച് നിലത്ത് കിടന്നു. രാജീവ് ഞെട്ടി എണീറ്റു. എന്താടാ പന്നമോനെ നീ പറഞ്ഞത്? അവനെ തലങ്ങും വിലങ്ങും അടിച്ചുകൊണ്ട് അഗ്നി പറഞ്ഞു. അടികൊണ്ടു അവശനായ അവനെ തൊഴിച്ചു മാറ്റി അവൻ രാജീവിൻ്റെ അരികിലേക്ക് നടന്നു. അവൻ്റെ ഫോൺ വാങ്ങി താഴെയിട്ട് ചവിട്ടി തവിടുപൊടിയാക്കി. ശേഷം തിരിഞ്ഞ് രാജീവിന് നേരെ കൈ ഉയർത്തി. എന്നാൽ അപ്പോഴേക്കും വിവി വന്നു അവനെ പിടിച്ചു മാറ്റി. ഡാ, നിൻ്റെയൊക്കെ വൃത്തികെട്ട ദൃഷ്ടി എൻ്റെ ഭാര്യയുടെ മേലെങ്ങാനും വീണാലുണ്ടല്ലോ, കത്തിച്ചു കളയും ഞാൻ, കേട്ടോടാ. അഗ്നി അവരെ ചൂണ്ടി ആക്രോശിച്ചു. വിവി പാടുപെട്ട് അവനെ വലിച്ചു അവിടുന്ന് മാറ്റി. നിനക്ക് ഭ്രാന്താണോ അഗ്നി? പിന്നല്ലാതെ, നീ കണ്ടില്ലേ അവന്മാർ ദക്ഷയെക്കുറിച്ച്? അത് പറയാൻ നിനക്കെന്ത് യോഗ്യതയുണ്ട്? നീ ഒറ്റ ഒരുത്തനല്ലേ അവളെ അവരുടെയൊക്കെ മുൻപിൽ അങ്ങനെ നിർത്തിയത്? എന്നിട്ടിപ്പോൾ നിന്ന് വലിയ ഭർത്താവ് ചമയുന്നു. അവളെ ഞാൻ എൻ്റെ പെങ്ങളായിട്ട് തന്നെയാണ് കണ്ടത്. നിന്നെ എനിക്ക് തല്ലാൻ അറിയാഞ്ഞിട്ടല്ല അഗ്നി, പക്ഷേ നീ എനിക്ക് അത്രയും പ്രിയപ്പെട്ടവനായിപ്പോയി. അതുകൊണ്ട് ഇനിയും നിന്ന് എൻ്റെ ക്ഷമയെ പരീക്ഷിക്കാതെ നീ വീട്ടിൽ പോകാൻ നോക്കൂ. അമ്മ തനിയല്ലേ ഉള്ളൂ. അഗ്നി ഞെട്ടി വിവിയെ നോക്കി. എന്തിനാ നോക്കുന്നത്? അല്ല, ദക്ഷ അവളെവിടെ? എന്തിനാ അറിഞ്ഞിട്ട്? ഇനിയുണ്ടോ നിനക്ക് പ്രതികാരം? വിവി പുച്ഛിച്ചുകൊണ്ട് ചോദിച്ചു. ഡാ വിവി പ്ലീസ്, നമ്മുടെ പ്രൊജക്റ്റ് നീ എന്നെ എന്താ മനസ്സിലാക്കാത്തത്? അവൾ കാരണമല്ലേ ബ്ലാക്ക് മാർക്ക് വീണതും അവർ നമ്മളെ എലിമിനേറ്റ് ചെയ്തതും? ആയിരിക്കാം, പക്ഷേ നിനക്ക് തോന്നുന്നുണ്ടോ അവൾ അറിഞ്ഞുകൊണ്ട് നിനക്ക് തിന്മ വരാൻ ആഗ്രഹിക്കുമെന്ന്? ശരി, ഇനി അവളുടെ തെറ്റാണെങ്കിൽ തന്നെ അത് തീർക്കേണ്ടത് ഇതുപോലെയാണോ? ഇത്രയും പേരുടെ മുന്നിൽ വെച്ച്? എനിക്കൊരിക്കലും നിന്നോട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ആരും വേണ്ട, എൻ്റെ സ്വപ്നമായിരുന്നല്ലോ ഈ പ്രോജക്റ്റ് അല്ലേ. ഇനി എന്താ ഞാൻ വേണ്ടത്? നീ ഒന്ന് പറഞ്ഞതാ. പറ്റിപ്പോയടാ, ആ സമയം അറിയാതെ എല്ലാം കൂടെ എനിക്ക് ഭ്രാന്ത് പിടിക്കുക. അഗ്നിയുടെ ശബ്ദം ഇടറി. വിവിക്ക് അവൻ്റെ അവസ്ഥ കണ്ട് സങ്കടം തോന്നി. 1 മാസമായി രാപ്പകലില്ലാതെ ഈ പ്രൊജക്റ്റിൻ്റെ പുറകെ ആയിരുന്നു അവൻ. അതാണ് ഇന്ന് കൈവിട്ടു പോയത്, അതും ഇത്രയും നിസ്സാരമായി. വിവി അവൻ്റെ തോളിലൂടെ കൈയിട്ടു. പോട്ടെ, നീ സങ്കടപ്പെടാതെ. ചെല്ല്, പോയി കിടന്നൊന്ന് ഉറങ്ങ്, നമുക്കെല്ലാം ശരിയാക്കാം, ചെല്ല്. അഗ്നി അവനെ നോക്കി തെളിച്ചമില്ലാത്ത ഒരു ചിരി ചിരിച്ചു. അവിടുന്ന് നടന്നു. പക്ഷേ പോയ പോലെ തന്നെ തിരിച്ചു വന്നു അവൻ. വിവിയുടെ അടുത്ത് നിന്നു. വിവി ഒന്ന് ചിരിച്ചു. ദക്ഷയെക്കുറിച്ചല്ലേ? പവി കൊണ്ടുപോയി അവളെ. അവളുടെ കൂടെ നിൽക്കട്ടെ പാവം 2 ദിവസം. അഗ്നിയുടെ മുഖം ഒന്ന് മങ്ങി. എങ്കിലും അവനൊന്ന് തലകുലുക്കി അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ ഒരുപാട് താമസിച്ചിരുന്നു. കാളിംഗ് ബെല്ലിലേക്ക് കൈ നീണ്ടു. എങ്കിലും പെട്ടെന്ന് ദക്ഷ വീട്ടിലില്ലെന്നോർത്ത് അവൻ കൈ പിൻവലിച്ചു. പിന്നെ സ്പെയർ കീ എടുത്ത് ഡോർ തുറന്നു. അമ്മയുടെ റൂം അടച്ചിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഉറങ്ങിയെന്ന് മനസ്സിലായി. അവൻ റൂമിലേക്ക് പോയി. എല്ലാം കൊണ്ടും അസ്വസ്ഥതയോടെയാണ് അഗ്നി കട്ടിലിൽ കിടന്നത്. കണ്ണടയ്ക്കുമ്പോഴെല്ലാം അവൻ്റെ ഉള്ളിൽ ദക്ഷയുടെ മിഴികൾ തെളിഞ്ഞു വന്നു. പലവട്ടം പവിയുടെ ഫോണിൽ വിളിക്കാൻ തുനിഞ്ഞു. പിന്നെ എന്തുകൊണ്ടോ ഈഗോ അനുവദിച്ചില്ല. അവളുടെ കയ്യിലും തെറ്റുണ്ടെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു. രാവിലെ അഗ്നി എഴുന്നേറ്റപ്പോൾ തന്നെ താമസിച്ചിരുന്നു. അവന് മുറിയിൽ വല്ലാത്തൊരു ശൂന്യത അനുഭവപ്പെടാൻ തുടങ്ങി. ദക്ഷയുടെ കണ്ണുകൾ, ചിരി, അവളുടെ ഗന്ധം, ആ മുറിയിൽ അവളുടെ സാധനങ്ങൾ കാണുമ്പോഴെല്ലാം അവനിൽ വല്ലാത്തൊരു വിങ്ങൽ അനുഭവപ്പെട്ടു. എങ്കിലും അത് അംഗീകരിക്കാൻ തയ്യാറാകാതെ ഒന്നുമില്ല എന്ന് തന്നെ അവൻ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു. താഴെ ചെന്നപ്പോൾ അമ്മയും ഇല്ലായിരുന്നു. ആഹാരം ഡൈനിങ് ടേബിളിൽ മൂടി വെച്ചിരിക്കുന്നു. കൂടെ ഒരു കുറിപ്പും, വെളിയിൽ പോകുന്നുവെന്ന്. അവനോടുള്ള പ്രതിഷേധമാണ് ഇതൊക്കെയെന്ന് മനസ്സിലാക്കാൻ അത്രയും മതിയായിരുന്നു. ഗേറ്റിൻ്റെ സൈഡിൽ നിന്ന് ഒളിഞ്ഞു നോക്കുകയാണ് കേശുവും പൊന്നുവും. കേശുവേട്ടാ, എന്താ പൊന്നൂട്ടി? ദക്ഷേച്ചി ഇന്ന് ഇത്രയും നേരമായിട്ട് കണ്ടില്ലല്ലോ. പൊന്നു ചുണ്ടു പുലർത്തി ചോദിച്ചു. അകത്തുണ്ടാവും പൊന്നുവി. ഞാൻ മൂവാണ്ടമ്മാവിൻ്റെ അതുവഴി ഒന്ന് നോക്കിയിട്ട് വരാം. പൊന്നൂട്ടി, ദാ ഇതും കഴിച്ച് ഇവിടെ ഇരിക്കുക കേട്ടോ. സങ്കടപ്പെടേണ്ട. കേശു പോക്കറ്റിൽ നിന്നെടുത്ത നല്ല പഴുത്ത വാളൻപുള്ളി നീട്ടി പറഞ്ഞു. പൊന്നു അത് വാങ്ങി അവളുടെ നുണക്കുഴി കാട്ടി ഒന്ന് ചിരിച്ചു. കേശു അവൻ്റെ പുഴപ്പല്ലും കാട്ടി ചിരിച്ചു. അവിടുന്ന് ഓടി. ഓടിക്കിതച്ചു വരുന്ന കേശുവിനെ കണ്ടു ആകാംക്ഷയോടെ ഉണ്ടക്കണ്ണുരുട്ടി പൊന്നു നോക്കി. കേശു നിന്ന് കിതച്ചു. എന്തായി കേശുട്ടാ, കണ്ടോ? ആ കരടി വഴക്ക് പറഞ്ഞോ? ഇല്ല പൊന്നൂട്ടി, കണ്ടില്ല. കേശു നിരാശയോടെ പറഞ്ഞു. അയാൾ എൻ്റെ ദക്ഷേച്ചിയെ തല്ലിക്കാണുമോ കേശുവേട്ടാ? പൊന്നു വീണ്ടും ചുണ്ടു പുലർത്താൻ തുടങ്ങി. എന്ന് കണ്ടതും കേശു വേഗം തന്നെ അപ്പുറത്തെ പോക്കറ്റിൽ നിന്നും ചുവന്നു തുടുത്ത ചാമ്പയ്ക്ക ഒരു കൈ അവൾക്ക് നേരെ നീട്ടി. ഞാനൊരു കാര്യം പറയട്ടെ പൊന്നൂട്ടി. എന്താ കേശുവേട്ടാ? ആ കരടി സോപാനത്തിലിരിക്കുന്നുണ്ട്. പൊന്നൂസ് ഒന്ന് പോയി നോക്കുമോ? ഞാനോ? എന്നെയും തല്ലിയാലോ? എനിക്ക് പേടിയാ. ദക്ഷേച്ചിൻ്റെ ചുണ്ട് പൊട്ടിച്ച പോലെ ആ കരടി എൻ്റെ ചുണ്ടും പൊട്ടിക്കും, പൊന്നു പേടിച്ചു പറഞ്ഞു. ഹേയ് ഇല്ല കേട്ടോ എൻ്റെ പൊന്നൂട്ടി, ഈ കേശു ഉള്ളപ്പോൾ ആ കരടിയല്ല ആരും ഒന്നും ചെയ്യില്ല. നമ്മുടെ ദക്ഷേച്ചിക്ക് വേണ്ടിയിട്ടല്ലേ. പൊന്നൂട്ടി ചെല്ലു. പൊന്നു മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു. അങ്ങനെ മിഷൻ കരടിക്ക് ഒരു പിടി ചാമ്പയ്ക്കയും പിടിച്ചു പൊന്നു പുറപ്പെട്ടു. കേശു കാവലായി മൂവാണ്ടൻ്റെ മുകളിലേക്കും ചേക്കേറി. ഷൂ ഷൂ.
അഗ്നി സോപാനത്തിലിരുന്ന് ലാപ്പിലെന്തോ കാര്യമായി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ശബ്ദം കേട്ടത്. നോക്കിയപ്പോൾ രണ്ട് സൈഡിലായി മുടിയൊക്കെ കെട്ടി ഒരു മഞ്ഞ ഫ്രോക്കൊക്കെ ഇട്ട് ഒരു കൊച്ചു പെൺകുട്ടി അവനെ നോക്കി ശങ്കിച്ചു നിൽക്കുകയാണ്. ഒന്നുകൂടി നോക്കിയപ്പോൾ അഗ്നിക്ക് ആളെ പിടികിട്ടി. ഓ, വാനരപ്പട! പടനായികയെ അന്വേഷിച്ച് ഇറങ്ങിയിട്ടുണ്ട്. അഗ്നി ചിന്തിച്ചുകൊണ്ട് അവളെ കൈയാട്ടി വിളിച്ചു. അത് കണ്ടപ്പോൾ പൊന്നു സൈക്കിളിൽ നിന്ന് വീണ ഒരു ചിരി ചിരിച്ചു അവൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പുറകിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ചാമ്പയ്ക്ക അവന് നീട്ടി. അവൻ്റെ പ്രതികരണം അറിയാനെന്ന പോലെ ഉണ്ടക്കണ്ണു വിടർത്തി നിന്നു. അഗ്നിക്ക് അത് കണ്ട് ചിരി പൊട്ടി. അവൻ പൊന്നുവിനെ എടുത്തുയർത്തി സോപാനത്തിലിരുത്തി. എന്താടി കാന്താരി നിൻ്റെ പേര്? അഗ്നി അവളുടെ കൊമ്പ് പോലെ കെട്ടിയിരിക്കുന്ന മുടിയിൽ രണ്ട് സൈഡിലും പിടിച്ചു കുലുക്കി ചോദിച്ചു. പൊന്നൂന്ന. ആഹാ, പൊന്നൂന്നാണോ? അവനും അവൾ പറഞ്ഞ അതേ ടോണിൽ പറഞ്ഞു. അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? പൊന്നു കാര്യത്തിലേക്ക് കടന്നു. ഓ, ചോദിച്ചോ. അഗ്നി ചിരി കടിച്ചമർത്തി പറഞ്ഞു. ദക്ഷേച്ചി എവിടെ പോയി? പൊന്നു ചുറ്റിനും നോക്കി വീടിൻ്റെ ഉള്ളിലേക്ക് എത്തിവലിഞ്ഞ് നോക്കിക്കൊണ്ട് ചോദിച്ചു. നിങ്ങളുടെ ദക്ഷേച്ചിയെ കുറുമ്പ് കാരണം ഞാൻ കാശിക്ക് പറഞ്ഞു വിട്ടു. ഇനി വരില്ല. അഗ്നി കപട ഗൗരവത്തിൽ പറഞ്ഞു. അത്രയും പറഞ്ഞത് സ്വിച്ചിട്ട പോലെ പൊന്നു കരയാൻ തുടങ്ങി. എൻ്റെ ദക്ഷേച്ചി പാവുക, എന്തിനാ കാശിക്ക് വിട്ടെ? കുറുമ്പ് കാട്ടുന്നവരെ കാശിക്ക് വിടുക? അതറിയില്ലേ പൊന്നുവിന്? അപ്പോൾ എന്നെയും കേശോട്ടനെയും വിടൂല്ലേ? എനിക്ക് പോകണ്ട. അയ്യേ, പൊന്നുവിനെ കാശിക്ക് വിടില്ല കേട്ടോ. കുറുമ്പ് കാണിക്കുന്നവരെയായി വിടൂ. അഗ്നി പൊന്നുവിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അത് കേട്ടത് ലോപ്പിച്ചിൽ തുടങ്ങിയ കരച്ചിൽ പൊന്നു ഹൈപ്പിച്ചിലേക്ക് മാറ്റി. അപ്പോൾ ഞാനും കേശോട്ടനും പോണ്ടി വരും. എന്തിന്? പൊന്നുവിനെ കാശിക്ക് വിടില്ല കേട്ടോ. പൊന്നൂട്ടി മിടുക്ക് കുട്ടിയല്ലേ, കുസൃതി കാട്ടുന്നവരെയാ വിടുക. അഗ്നി അവളുടെ കവിളിൽ തലോടി സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ദക്ഷേച്ചി അല്ല, ഞങ്ങളാ ഇന്നലെ കാറ്റൂരിയെ. ഇപ്പോൾ എന്നെയും കേശോട്ടനെയും വിടൂല്ലേ? പൊന്നു ചുണ്ടു പിളർത്തി നിഷ്കളങ്കമായി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അത് കേട്ടത് അഗ്നി ഞെട്ടി ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. പൊന്നു കരയുന്ന കണ്ട് കേശവും മാവിൻ്റെ മുകളിൽ നിന്നും താഴെ എത്തി. കേശുവിനെ ഒന്ന് കണ്ണു കൂർപ്പിച്ചതും ചെക്കൻ മണിമണിയായി കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. എല്ലാം കേട്ട് അഗ്നി എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം നിന്നു. പിന്നെ ഓടിപ്പോയി കാറിൻ്റെ കീയും എടുത്തു വാതിലും പൂട്ടി ഇറങ്ങി കാർ ലക്ഷ്യമാക്കി നടന്നു. പോകുന്ന വഴി ഇതെല്ലാം കണ്ട് ഒരടി പ്രതീക്ഷിച്ചിരുന്ന കേശുവിനെയും പൊന്നുവിനെയും നോക്കി കണ്ണുരുട്ടി. വന്നിട്ട് കണ്ടോളാം എന്ന ധ്വനിയിൽ. ഉറക്കം ഉണർന്ന ദക്ഷ കണ്ണാടിയിൽ തൻ്റെ പ്രതിബിംബം നോക്കിക്കാണുകയായിരുന്നു. കൺപോളകളൊക്കെ കരിഞ്ഞു വീർത്തിരിക്കുന്നു. ഇന്നലെ രാത്രിയിൽ എപ്പോൾ ഉറങ്ങിയെന്ന് പോലും ഓർമ്മയില്ല. വന്ന് ഡോറടച്ചു ഡ്രസ്സ് മാറി കിടന്നു. ഒരുപാട് കരഞ്ഞു. ഇപ്പോൾ മനസ്സ് ശാന്തമാണ്. പാഴ്സ്വപ്നങ്ങളും മോഹങ്ങളും എല്ലാം കരഞ്ഞു തീർത്തു. ഇനിയും അമിതമായി പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്നത് വലിയ മോഹഭംഗത്തിലെ കലാശിക്കൂ. നിന്നോടുള്ള സ്നേഹത്തിൻ്റെ അഗ്നിയിൽ തന്നെ ഞാൻ വെന്തുരുകട്ടെ. നീ വളരെ ദൂരത്താണെന്ന് മനസ്സ് തിരിച്ചറിയുമ്പോൾ ഹൃദയത്തിൽ വേദന ചാല് തീർക്കാറുണ്ട്. പക്ഷേ എന്നിലെ സ്ത്രീയെ അവമാനിച്ച നിമിഷം എന്നിലെ പ്രണയിനിയും മരിച്ചു. നിന്നെ ഓർത്തുള്ള എൻ്റെ വേദന അതിനി എന്നിൽ തന്നെ അസ്തമിക്കട്ടെ. എന്നിലെ പ്രണയിനിയോട്, എന്നിലെ സ്ത്രീക്ക് പൊരുതാൻ വയ്യ, ഇനിയും വേദനിക്കാൻ വയ്യ. എനിക്ക് നിന്നോടുള്ള പ്രണയം അതിനി എന്നിൽ തന്നെ അസ്തമിക്കട്ടെ. നീ തകർത്തെറിഞ്ഞ ഹൃദയം തുന്നിച്ചേർത്തുകൊണ്ട് ഇത് എൻ്റെ പഴയ ഹൃദയം എന്ന് എന്നെ തന്നെ വിശ്വസിപ്പിക്കാൻ എങ്ങനെ കഴിയും? എത്ര കൂട്ടിച്ചേർത്താലും അതിൽ മുറിവാടുകൾ നിലനിൽക്കുക തന്നെ ചെയ്യും. പക്ഷേ എത്ര വേണ്ടെന്ന് നനച്ചാലും ആഗ്രഹിച്ചാലും എൻ്റെ തകർന്ന ഹൃദയം നിന്നെ സ്നേഹിക്കും. വേദനയോടെ പ്രതീക്ഷകൾ പൂവണിയുകയും ആഗ്രഹങ്ങൾ സഫലമാവുകയും ചെയ്യുമ്പോൾ ജീവിതം പൂർണ്ണമാകും. പക്ഷേ എൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമൊക്കെ എത്ര കൈനീട്ടി പിടിക്കാൻ ശ്രമിച്ചാലും അകന്നു പോയിക്കൊണ്ടേയിരിക്കും. എന്നും അങ്ങനെയായിരുന്നു. ദേവേട്ടൻ പറഞ്ഞതുപോലെ നശിച്ച ജന്മം. അവളുടെ ചുണ്ടിൻ്റെ കോണിൽ ഒരു പുച്ഛച്ചിരി വിരിഞ്ഞു. മനസ്സിലെ സംഘർഷങ്ങൾക്ക് അടയാളമായി ഒരു തുള്ളി കണ്ണുനീർ ഒഴുകി കൈവെള്ളയിൽ പിടിച്ചിരുന്നു. താലിയിലേക്ക് വീണു. അവൾ പവി കൊടുത്ത ഒരു ഓവർസൈഡ് ടീഷർട്ടും മുട്ടുവരെയുള്ള ഷോർട്ട്സും ധരിച്ചു കുളിച്ചിറങ്ങി. മുൻപിൽ നിൽക്കുന്ന പവിയെ കണ്ടൊന്ന് ചൂളി. അവിടെ നിന്ന് തന്നെ ചുറ്റും നോക്കി. നീ പേടിക്കണ്ട, ഇറങ്ങിപ്പോര്. ഇവിടെ ഞാനും നീയും മാത്രമേ ഉള്ളൂ. എൻ്റെ കയ്യിൽ നിനക്ക് പാകമായി ഇതേ ഉള്ളൂ ഇടാൻ തരാൻ. നിന്റെ സങ്കടമൊക്കെ മാറിയോ? അതിന് മറുപടിയായി ദക്ഷ ഒരു തെളിച്ചമില്ലാത്ത ചിരി ചിരിച്ചു. അത് വിട്, നീ ഇവിടെ ഇരിക്കുക. ഞാൻ റൂമിൽ കാണും. ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. വന്നിട്ട് ഒരുമിച്ച് കഴിക്കാം. അവളെ ഒന്ന് തലോടി അവൾ റൂമിലേക്ക് പോയി. കാളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടെങ്കിലും ഈ വേഷത്തിൽ വെളിയിലിറങ്ങാനുള്ള ജാള്യതയിൽ അവൾ അവിടെ തന്നെ നിന്നു. ഡെലിവറി ബോയ് ആയിരിക്കും. ദക്ഷ ബാൽക്കണിയിൽ ഇറങ്ങി കൈ രണ്ടും നീട്ടിപ്പിടിച്ചു നിന്നു. മഞ്ഞുമൂടിയ പ്രഭാതത്തിലെ സുസ്മിതം ഉണരുന്ന സൂര്യകിരണങ്ങളെ വരവേറ്റു പുലരി വിരിഞ്ഞു തുടങ്ങി. ആ പുതുരശ്മി അവളിലേക്ക് പതിക്കുമ്പോൾ അവ ഹൃദയത്തിലേക്ക് എത്തിനോക്കുന്ന പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. ഒരു മഞ്ഞുതുള്ളി അവളുടെ നീട്ടിപ്പിടിച്ച ഉള്ളംകൈയിൽ വീണു. അതിൻ്റെ കുളിരിൽ ദക്ഷ കണ്ണുകൾ ഇറുക്കി അടച്ചു. ഒരു ദീർഘനിശ്വാസം വിട്ടു.
ദുഃഖങ്ങളെല്ലാം ആ മഞ്ഞുതുള്ളി അലിഞ്ഞതുപോലെ അവളിൽ അലിഞ്ഞു തീർന്നു. പുതിയൊരു തുടക്കത്തിനായി. അവൾ ബാൽക്കണിയിൽ നിന്ന് ഇറങ്ങിയതും ആരോ ആയി കൂട്ടിമുട്ടി. പുറകിലേക്ക് വീഴാൻ പോയ ദക്ഷയെ അയാൾ ഇടുപ്പിൽ പിടിച്ചു അയാളുടെ ശരീരത്തിലേക്ക് ചേർത്ത് നിർത്തി. കണ്ണുകൾ ഇറുക്കി അടച്ചു നിന്ന അവൾ ആ പരിചിത സാമീപ്യം അറിഞ്ഞതും ഞെട്ടി കണ്ണു തുറന്നു.